ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷങ്ങൾ? സുഖം എല്ലാവർക്കും. നാട്ടിൽ പോകണൊരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. പ്രത്യേകിച്ച് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കുറച്ച് ദിവസമായിട്ട്. ഒന്നാമത് നാട്ടിൽ പോകുന്ന തിരക്കിലും അതേപോലെ പേഴ്സണലി കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും, പിന്നെ വീഡിയോസ് എടുക്കാൻ തക്കതായിട്ടുള്ളൊരു വിഷയം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ. അതാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ കാരണം നാട്ടിൽ പോവുകയാണ്. നാട്ടിൽ പോകണ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും. പ്രത്യേകിച്ച് അത് മാത്രമല്ല, ഞാൻ ഒരു വ്ളോഗിങ് എന്നുള്ള നിലയ്ക്ക് സത്യം പറഞ്ഞാൽ തുടങ്ങിയ ചാനലല്ല. ഈ ഹോസ്റ്റർമാരെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതൊക്കെ വരുന്നവർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളും ഇവിടെ ഉള്ളവർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാണ്ട് വീഡിയോസ് ചെയ്തേക്കാണ്ട് അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ എനിക്ക് പേഴ്സണലി കുറച്ച് ഇഷ്ടമുണ്ടായിരുന്നു വീഡിയോസ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ അതൊക്കെ കൂടെ മിക്സ് ചെയ്യിക്കാൻ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ കണ്ടിന്യൂ ആയി പോകണമെന്നുള്ളൂ. അപ്പോൾ നല്ല വെയിലാണ്. ഉച്ചയ്ക്ക് ചെറിയ ഓട്ടം വന്നതാണ്. അപ്പോൾ വെയിലായിട്ട് വണ്ടിയിൽ AC ഇട്ടിരിക്കുകയാണ്. എന്നിട്ടും വെയിലിൻ്റെ ഒരു ഇതുകൊണ്ടേ ഇങ്ങനെ മറച്ചു വെച്ചതാണ്. നാളെ രാവിലെ സുബൈക്കാണ് ഫ്ലൈറ്റ്, അതായത് രാവിലെ 5:30. അപ്പോൾ രാത്രി ഒരു മണിക്ക് ഇറങ്ങും റൂമിൽ നിന്ന് അധികമൊന്നുമില്ല എയർപോർട്ട് കേട്ടോ, ഒരു 10 മിനിറ്റ് തോട്ടുള്ളൂ. അപ്പോൾ അതിന് ശേഷം രാത്രി വീട്ടിലെത്തും. അപ്പോൾ ഈ വീഡിയോ എന്നാണ് അപ്ലോഡ് ചെയ്യാന്ന് അറിയില്ല. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഡേറ്റിന് ആണ്ടുകളൊക്കെ വ്യത്യാസം വരും കേട്ടോ. വേറെ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വിഷയം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു വ്ളോഗ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ അടിയിൽ ഹറമിലൊന്ന് പോയി. ഞാൻ നാട്ടിൽ പോകുമ്പോൾ എന്നും അൽഹംദുലില്ലാ അതിന് മുമ്പൊന്ന് ഹറമിൽ പോയി കണ്ടൊന്ന് പ്രാർത്ഥിച്ച് കണ്ട് വരും കേട്ടോ. ചിലപ്പോൾ ഉംറക്ക് പോകും, ചിലപ്പം പ്രാർത്ഥിച്ച് കണ്ട് വരും. ഇപ്പോൾ കുറച്ച് സമയം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉച്ചക്കാണ് പോകാനുള്ളൊരു ചാൻസ് കിട്ടിയത്. ഞാൻ മക്കത്ത് വർക്ക് ചെയ്തിരുന്ന ടൈമിൽ എനിക്ക് എപ്പോഴും പോവേന് കേട്ടോ. കാരണം എൻ്റെ റൂമിൽ നിന്ന് പിന്നെ മസ്ജിദുൽ ഹറമക്ക് ഒരു 10 മിനിറ്റത്തെ ഓട്ടം ഉണ്ടായിരുന്നുള്ളൂ. ഒരു 10 റിയാൽ ഉണ്ടെങ്കിൽ പരിപാടി വെച്ചു. അല്ലെങ്കിൽ എനിക്ക് റൂമിൽ നിന്ന് സ്വന്തം വണ്ടി എടുത്ത് പോവുകയാണെങ്കിൽ അത്രയും വരില്ല. അങ്ങനെ ഞാൻ ജിദ്ദയിൽ എൻ്റെ വണ്ടി ജിദ്ദയിലിട്ട് കണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളും അതേപോലെ ഞാൻ ആദ്യം പിന്നെ പണിയെടുത്ത് അവിടെയൊക്കെ ഒന്ന് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചതിന് വീഡിയോ എടുത്ത് കണ്ട്. പക്ഷേ ഒന്നാമത് ഫോണിൽ ചാർജും കുറവേനു. അത് മാത്രമല്ല, ഞാൻ ഒരു പൊട്ടത്തരം കാട്ടിയെന്തെന്ന് വെച്ചാൽ ഞാൻ പവർ ബാങ്ക് വണ്ടിയിൽ വെച്ച് കണ്ട് വണ്ടി ജിദ്ദയിലിട്ട് കണ്ട് പോയതേന്, ജിദ്ദയിൽ പാർക്ക് ചെയ്ത് പോയതേന്. അപ്പോൾ പവർ ബാങ്ക് വണ്ടിയിലേന്. അപ്പോൾ പിന്നെ ഒരു ടെൻഷനായി. കാരണം നല്ല ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ. പവർ ബാങ്ക് ആണെങ്കിൽ സീറ്റിൽ വെച്ച് കണ്ടാണ് പോയിക്കണത്. എന്തോ ഭാഗ്യത്തിന് പൊട്ടി തെറിക്കണതിൻ്റെ മുമ്പ് എനിക്ക് ജിദ്ദയിൽ തന്നെ തിരിച്ചെത്താൻ പറ്റി. അപ്പോൾ പിന്നെ വീഡിയോസ് എടുക്കലും അവിടെ പഴയ വർക്കിംഗ് സ്ഥലത്ത് പോക്കൊന്നും നടന്നില്ല. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഞാൻ ചെറിയൊരു ഓട്ടം വന്നാണ്. കഫീലിൻ്റെ പെങ്ങളായിട്ട് അവൾക്ക് ബ്യൂട്ടി പാർലർ വരാൻ വേണ്ടിയിട്ട് വന്നതാണ്. ചെറിയൊരു വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇൻഷാല്ലാ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതിൻ്റെ ഇടയിൽ ലഗേജ് കാര്യങ്ങൾ, പെട്ടികെട്ടൽ, ഇതൊക്കെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കഴിഞ്ഞ് നടന്നു പോയിട്ടാണ്. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഓരോ തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യണതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഒരു സബ്സ്ക്രൈബറെ പിന്നെ ജിദ്ദയിൽ വെച്ച് കണ്ടിട്ടാണ്, ഷർഫിയിൽ വെച്ച് കണ്ടത്. അപ്പോൾ എനിക്ക് ഇന്നെ മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഈ ഷർട്ട് തന്നെ ഞാൻ അന്നിട്ടീനത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ കുറേ പൂക്കളുള്ള ഷർട്ടുകളുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എൻ്റെ വീഡിയോയിൽ കുറേ പൂക്കളുള്ള ഷർട്ടുകൾ കാണാം, എനിക്ക് ഇവിടുന്നതൊക്കെയാണ് പിന്നെ ഒരു വെറൈറ്റി ഷർട്ടുകൾ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊന്നും ഞാനെടുത്തതല്ല കേട്ടോ, ഇതൊക്കെ എൻ്റെ കഫീൽ എനിക്ക് തന്നതാണ്. ഓല് പിന്നെ എടുത്തത് ഈ കാരം എന്താണെന്നറിയില്ല, എങ്ങനെയായാലും പുതിയ ഷർട്ടുകളാണ് തരല്. ഓലെടുത്തതോ അല്ലെങ്കിൽ എനിക്ക് തരാൻ വേണ്ടിയിട്ട് ഓൽക്ക് ആരെങ്കിലും കൊടുക്കണതാണോ ഒന്നും അറിയില്ല. സ്റ്റോർമാർക്ക് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ, ചില വീട്ടുകാർക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ കിട്ടുന്നതാണ് ഈ ഷർട്ട്. അപ്പോൾ ചില വെറൈറ്റി ഷർട്ട് ആകുമ്പോൾ ചിലവരിങ്ങനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യൂലേ. അപ്പോൾ അങ്ങനെ കണ്ടതാണ് ഓനെ. അപ്പോൾ വളരെ സന്തോഷമായിട്ട്, കാരണം നമ്മളെ പിന്നെ ഞാനിങ്ങനെ പർച്ചേസിങ്ങിൻ്റെ അടിയിലാണ് ആളെ കണ്ടത്. അപ്പോൾ എന്നോടിങ്ങനെ വന്നുകാണ്ട് ജസീലല്ലേന്ന് ചോദിച്ച് അങ്ങനെ ഫസ്റ്റ് ആയിട്ടാണ് അങ്ങനെ ഒരു അനുഭവം. ഭയങ്കരമുള്ള ആളാണ്, നമ്മൾ മലപ്പുറത്തുകാരൻ തന്നെ. ഇതൊക്കെ തന്നെ ഓരോ സന്തോഷം കാര്യങ്ങളൊക്കെ. പിന്നെ ഇങ്ങനെ ഒന്ന് റൂം ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയതാണ് ഇട്ടത് കുറച്ച് നാട്ടിലെ കുറച്ച് പൈസ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്കിതിൻ്റെ ഓർമ്മയില്ല. ഞാൻ അങ്ങോട്ട് പോരുമ്പോൾ എൻ്റെ അടുത്തൊരു 1000 ഉറുപ്പ്യ ഉണ്ടായിരുന്നു ചിലവിന് കാര്യങ്ങളൊക്കെ. അപ്പോൾ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് പിന്നെ ഒരു കോഫിയും ഒരു മുട്ട പഫ്സും കഴിച്ചിന്. അതിൻ്റെ ബാക്കി പൈസ അങ്ങനെ എടുത്തു വെച്ചതാണ്. അപ്പോൾ ഇതേപോലെ കുറച്ച് നാട്ടിലത്തെ പൈസ ഒരുവിധം പ്രവാസികളുടെ അടുത്തൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ അതിൻ്റെ ശേഷം റൂമിൽ പോയി പിന്നെ ചെറിയൊരു പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ വന്ന്
അങ്ങനെ പിന്നെ ഞാൻ റൂമിൽ പോയിക്കാണ്ട് ഇങ്ങനെ 1 മണി രാത്രി ഒരു 1:30 മണിക്കൊക്കെ എയർപോർട്ടിൽ ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഓട്ടം വന്നു, ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന് വീട്ടുകാർക്ക്. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ വന്നതാണ് കേട്ടോ. എന്നോട് ഇനി ഓട്ടം കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ പോയിക്കോ, അങ്ങനെ വാങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞതേന്, ഫ്രീ ആയിന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടെന്നാണ് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നത്. അപ്പോൾ പിന്നെ നമുക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ, അവിടെ വേറെ ആരും ഇല്ല. അപ്പോൾ ഇതാണ് ഹോസ്പിറ്റൽ. അപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇനി ബാക്കി പരിപാടിയും കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അത് ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം, ഒരു 2 മണിക്ക് എയർപോർട്ടിൽ എത്തണം.